ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റെസിപ്പി വീഡിയോയുമായിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ. അപ്പോൾ പച്ച ചക്ക രുചിയൊന്നും നഷ്ടപ്പെടാതെ ഒരുപാട് നാൾ എങ്ങനെയാണ് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ള ടിപ്സും ട്രിക്സൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചക്ക കട്ട് ചെയ്തിട്ട് അതിൽ നിന്നും ചക്കച്ചുളയൊക്കെ പറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ പച്ചച്ചക്ക ഇഷ്ടം പോലെ എല്ലായിടത്തും ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ചക്ക ഉള്ള സമയത്ത് കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഫ്രീസ് ചെയ്ത് വെച്ചാൽ ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ചക്കച്ചുളയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചകിണിയൊക്കെ എടുത്ത് മാറ്റുക. ചക്ക സൂക്ഷിച്ച് വെക്കാൻ എടുക്കുമ്പോൾ ചക്ക താഴേക്ക് വീണ ഭാഗത്തെ ചക്കച്ചുളയൊക്കെ ചതഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ചക്കച്ചുളയൊന്നും എടുക്കരുത് കേട്ടോ. കേടൊന്നുമില്ലാത്ത നല്ല ഫ്രഷായ ചക്കച്ചുള തന്നെ സൂക്ഷിച്ച് വെക്കാനായിട്ട് എടുക്കുക. ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ചക്ക സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ചക്ക കൊണ്ട് എന്തൊക്കെ റെസിപ്പീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതൊക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ചക്കച്ചുളയിൽ നിന്നും ചകിണിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചക്കച്ചുളയിലെ കുരുവും അതിൻ്റെ കൂടെയുള്ള പാടയുണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്തു മാറ്റണം. ഞാൻ ഈ ചക്കച്ചുളയൊക്കെ ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ചക്ക ഉണ്ടാക്കാൻ എല്ലാവർക്കും മടി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ മുളഞ്ഞുണ്ടല്ലോ അതൊക്കെ കൈമലാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് ഇതുപോലെ വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ അതങ്ങോട്ട് പോയി കിട്ടും. ഇനി നമുക്ക് ഈ ചക്കച്ചുളയിൽ നിന്നും കുരുവും അതിൻ്റെ പാടയും എടുത്തു മാറ്റാം. അപ്പോൾ ദാ ഞാൻ ഓരോ ചുളയും എടുത്തിട്ട് ഇതിലെ പാടയും കുരുവും ഇതുപോലെ എടുത്തു മാറ്റിയിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ കുരു എടുത്തു മാറ്റാനായിട്ട് കത്തിയുടെ ആവശ്യമൊന്നുമില്ല. ചക്കച്ചുള ഇതുപോലെ കൈകൊണ്ട് പൊളിച്ചിട്ട് കുരു അങ്ങോട്ട് ഇതുപോലെ എടുത്തു മാറ്റിയാൽ മതി. അപ്പോൾ ഞാനിവിടെ എല്ലാ ചുളയിൽ നിന്നും ചക്കക്കുരു എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഓരോ ചക്കച്ചുളയും ഇതുപോലെ കുരുവും പാടയും ചകിണിയും ഒന്നുമില്ലാതെ നല്ല പോലെ വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിത് രണ്ട് രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ചക്കപ്പുഴുക്കിനൊക്കെ കട്ട് ചെയ്തെടുക്കൂലേ, അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതൊത്തിരി ചെറുതായിട്ട് അരിയണമെന്നൊന്നുമില്ല. ഒരു ചുള 2 or 3 പീസായിട്ടൊക്കെ അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ ചക്കച്ചുള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചക്ക ചിപ്സിനുള്ള കുറച്ച് ചക്കച്ചുളയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ ചക്കച്ചുളയുടെ താഴെയും മേലെയുമുള്ള കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത കഷ്ണങ്ങളില്ലേ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചക്കച്ചുളയുടെ നടുഭാഗം ഉണ്ടല്ലോ അത് മാത്രമാണ് ചിപ്സിനായിട്ട് എടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ ഒരേപോലെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ചിലർ ചക്ക ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിച്ച് നോക്കുമ്പോൾ ആ ക്രിസ്പിനെസ്സൊക്കെ പോയിട്ട് ചതഞ്ഞ പോലെയാവും. എന്നാൽ തണുത്തൊന്നും പോവാതെ ആ ക്രിസ്പിനെസ് ഒട്ടും നഷ്ടപ്പെടാതെ എപ്പോഴും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു ചക്ക ചിപ്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കിയിട്ട് അതുപോലെ ചക്ക ചിപ്സ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ ചക്ക ചിപ്സ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രമേ കട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ. എപ്പോഴും നമുക്ക് ഒരു നേരത്തിന് എത്രയാണോ വേണ്ടത് വെച്ചാൽ അത് മാത്രം ഒരു കവറിലാക്കി വെക്കുക. എല്ലാം കൂടി ഒരു കവറിൽ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ കവറെടുത്ത് പുറത്ത് വെക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുക്കും. എന്നിട്ട് ബാക്കിയുള്ളത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെക്കും. അങ്ങനെ വെച്ചാൽ ചക്ക പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു നേരത്തിന് എത്രയാണോ ചക്ക വേണ്ടത് അത് ഒരു കവറിലാക്കി വെക്കുക. എന്നിട്ട് അത് മുഴുവനും ഉപയോഗിക്കുക. അങ്ങനെ വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ചക്ക ചിപ്സിനുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ഈ ചക്കച്ചുളയുണ്ടല്ലോ ഇത് ഞാൻ 2 രീതിയിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. ഈ ചക്കച്ചുള ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ ചക്ക 2 രീതിയിലാണ് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നത് എന്ന്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും പകുതി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ചക്കച്ചുള ഞാനൊരു സിപ്ലോ കവറിലിട്ടിട്ട് പച്ചയായിട്ട് തന്നെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണ്.
അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സിപ്ലോ കവർ എടുത്തിട്ടുണ്ട്. ഇനി സിപ്ലോ കവർ തന്നെ വേണമെന്നൊന്നുമില്ല, സാധാരണ കവറായാലും മതി. ഈ കവറിൻ്റെ സിബ് തുറന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചക്കച്ചുളയുണ്ടല്ലോ, അത് ഈ കവറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്കൊരു നേരത്തിന് ആവശ്യമായ ചക്കച്ചുളയാണ് കേട്ടോ ഈ കവറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കവറിലെ എയർ മുഴുവനും കളഞ്ഞെടുക്കണം. ആദ്യം കൈകൊണ്ട് ഇതുപോലെ കളഞ്ഞെടുക്കുക. എന്നിട്ട് സിബ് മുഴുവനായിട്ടും അടച്ചു കൊടുക്കുക. അതിനുശേഷം സിബ് ചെറുതായിട്ടൊന്ന് തുറന്നിട്ട് ഒരു സ്ട്രോയോ അല്ലെങ്കിൽ ഒരു പേനയുടെ കൂടോ എന്തെങ്കിലും കൊണ്ട് ഇതിലെ എയറൊക്കെ വായ കൊണ്ട് വലിച്ചെടുക്കുകയാണെങ്കിൽ ഇതിലെ എയറൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ ഞാൻ ഇതിലെ എയറൊക്കെ ഒരു സ്ട്രോ കൊണ്ട് വലിച്ചെടുത്തിട്ട് ഈ കവറിൻ്റെ സിബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തില്ലേ, അതും ഒരു സിബ്ലോ കവറിൽ പച്ചയായിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു നേരം ചിപ്സ് ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ ഞാൻ ഈ കവറിലിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ കവറിലുള്ള എയറൊക്കെ കളഞ്ഞെടുക്കുക. ഇതിലെ എയറും ഞാനൊരു സ്ട്രോ കൊണ്ട് വലിച്ചെടുത്തിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിൽ പച്ചയായിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുന്ന ചക്ക ഒരു 4-5 മാസം വരെയൊക്കെ കേടാകാതിരിക്കും. അപ്പോൾ ഞാൻ പച്ചയായിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കുന്ന ചക്ക ഫ്രീസറിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 1 വർഷം വരെ ചക്ക കേടാകാതെ സൂക്ഷിച്ച് വെക്കുന്ന ടിപ്പാണ് കാണിച്ചു തരുന്നത്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചക്കച്ചുളയില്ലേ, അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടി പോകരുത് കേട്ടോ. ഈ ചക്കച്ചുളയിലേക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാ കഷ്ണങ്ങളിലും ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളിലും ഉപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലെ വെള്ളം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ട് മിക്സ് ചെയ്തെടുത്ത ചക്ക കഷ്ണങ്ങളില്ലേ, അത് ഈ തട്ടിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ചക്ക നല്ല പോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ആവിയൊക്കെ നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മിനിറ്റ് നേരം അടച്ച് വെച്ച് കൊടുക്കാം. കൂടുതൽ സമയം അടച്ച് വെച്ച് കൊടുക്കരുത് കേട്ടോ. ഒരു 2 മിനിറ്റ് മാത്രം അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ എല്ലാ ചക്ക പീസിലും നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് കൂടി ഇഡ്ഡലി പാത്രം ഒന്നുകൂടി അടച്ച് വെക്കുക. 1 മിനിറ്റിന് ശേഷം ഞാനിത് വീണ്ടും തുറന്ന് നോക്കുകയാണ്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നല്ല പോലെ ചൂടാറി വന്നതിന് ശേഷം മാത്രമാണ് നമ്മളിത് സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഞാനിത് മുഴുവനും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഞാനിത് പെട്ടെന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫാനിൻ്റെ ചുവട്ടിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഒരു ഹാഫ് കുക്കൊന്നും ആയിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഞെക്കിയാൽ ഞെങ്ങും, അത്രയ്ക്കേ ആയിട്ടുള്ളൂ. ഇത്ര വേവിച്ചെടുക്കാനേ പാടുള്ളൂ, ഓവറായിട്ട് വേവിച്ചെടുക്കരുത്. ഇനി നമുക്കിത് ഒരു സിബ്ലോ കവറിലാക്കിയിട്ട് പാക്ക് ചെയ്തെടുക്കാം. അല്പം വേവിച്ച ചക്കയും വേവിക്കാത്ത ചക്കയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അല്പം വേവിച്ച ചക്ക 1 വർഷം വരെ കേടാകാതിരിക്കും. വേവിക്കാത്തത് ഒരു 4-5 മാസമൊക്കെ കേടാകാതിരിക്കുള്ളൂ. ഇനി നമുക്ക് ഈ കവറിനുള്ളിൽ എയറൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഞാൻ ഈ കവറിനുള്ളിൽ എയർ മുഴുവനും ഒരു സ്ട്രോ കൊണ്ട് വലിച്ചെടുത്തിട്ട് ഈ കവർ സിബിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതും ഫ്രീസറിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. ഇനി നമുക്കിത് എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോൾ പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. ഞാൻ ഇതിനു മുമ്പ് പച്ചച്ചക്ക കൊണ്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സൂക്ഷിച്ച് വെച്ച ചക്ക കൊണ്ട് അതുപോലത്തെ സ്നാക്സുകളും ചക്കപ്പുഴുക്കും അതുപോലെ പച്ചച്ചക്ക കൊണ്ട് നമുക്ക് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ച ചക്ക കൊണ്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ആരും ചക്കയൊന്നും കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെച്ച് നോക്കൂ കേട്ടോ.
ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ എല്ലായിടത്തും ചക്ക കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ എന്നും ചക്കക്കാലമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്